ഹലോ എവ്രി വൺ. സോ ഇന്നത്തെ എൻ്റെ ഒരു ഈദിൻ്റെ തലേന്നുള്ളൊരു പ്രിപ്പറേഷൻ വ്ളോഗാണ്. അത് വേറൊന്നുമല്ല, ഫേസ് മാസ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്താലോ എന്നുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തത് ഒരു ആയുർവേദിക് പ്രൊഡക്റ്റാണ്. കാരണം എനിക്ക് പിമ്പിൾസ് ഉള്ളതുകൊണ്ട് എല്ലാ പ്രൊഡക്ട്സും ഒന്നും എൻ്റെ ഫേസിൽ പറ്റൂല. അപ്പോൾ ഇതിൻ്റെ ആയതുകൊണ്ട് സ്കിന്നൊന്ന് സെറ്റാക്കിയാലോ എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓൾറെഡി ഫേസ് മാസ്ക് ബൗളിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഞാനിത് വീക്ക്ലി അപ്ലൈ ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് ആട്ടോ. എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. പിമ്പിൾ സ്കിന്നായിട്ടും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പം എനിക്കിത് നല്ലൊരു റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് വീക്കിലി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ നാളെ ഈദായതുകൊണ്ട് സ്കിന്നൊന്ന് സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ഇപ്പോൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇപ്പം ഞാൻ അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട എഫക്റ്റ് മനസ്സിലാവില്ല, പക്ഷേ സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ആവാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് സാധാ മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലൈ ചെയ്യും. കാരണം ഫേസ് മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ നമ്മളൊരു ഹൈഡ്രേഷന് വേണ്ടിയിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പിമ്പിൾസൊക്കെ ഉള്ള സ്കിന്നിനാണെങ്കിൽ പ്രത്യേകിച്ച് എന്തായാലും മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ സാധാ അതിൻ്റെ റൂട്ടീൻ പോലെ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്കിൻ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇഫ്താറിനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന്. പിന്നെ അങ്ങനെ ടൈമായപ്പോൾ ഞാൻ നോമ്പ് മുറിച്ച്. കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ ഫ്രൂട്ട്സും സ്നാക്സും മാത്രമാണ് അങ്ങനെ കഴിക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡായിട്ട് എന്തെങ്കിലും കഴിക്കാറ്. അപ്പോൾ സാധാ ഇപ്പം കാരയ്ക്ക നാരങ്ങ വെള്ളം വെച്ചിട്ടാണ് ഞാൻ നോമ്പ് തുറക്കാറ് സാധാരണ. ഫ്രൂട്ടായിട്ട് പിന്നെ ഇന്ന് ആപ്പിളാണ് ഉണ്ടായിരുന്നത്. പിന്നെ സ്നാക്ക് സമൂസ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഒരു നോമ്പ് തുറ കാര്യങ്ങളൊക്കെ. കാരണം ഇന്ന് ലാസ്റ്റത്തെ നോമ്പും കൂടി ആയപ്പം വേറെ കാര്യമായിട്ടൊന്നും കഴിക്കാനും തോന്നിയില്ല. അപ്പം അത് കഴിഞ്ഞ് മെയിൻ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അങ്ങനെ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് ഫുഡ് കഴിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇന്ന് വീറ്റ് പൊറോട്ടയും ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീറ്റ് പൊറോട്ട ഞങ്ങൾ റെഡി ടു കുക്കാണ് വാങ്ങിക്കാറ്. ചിക്കൻ കറി വീട്ടിലുണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ലാസ്റ്റത്തെ ഒരു ഡിന്നർ ഇത്രയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെഹന്തി കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ തന്നെ ഇടാറ്. കാരണം ഇവിടെ ഇട്ട് തരാൻ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെ സിമ്പിളായിട്ട് ഇടുന്നതാണ്. കാരണം എനിക്ക് അങ്ങനെ ഇടാനൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ വരും. ഓക്കെ, ബൈ.